ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم إن القبر أول منازل الآخرة فإن نجا منه فما بعده أيسر منه وإن لم ينج منه فما بعده أشد منه راعت قلوب العدا أنبأ بعثتي الله أنبأ بعثتي كان بآت أجفلت غفلا من الغنم الله غفلا من الغنم مولاي صل وسلم دائما أبدا الله دائما أبدا على حبيبك خير الخلق كلهم الله خلق كلهم ما زال يلقاه في كل معترك الله في كل معترك حتى حاكوا بالقانا لحما على ظلمي الله لحما على ظلمي مولاي صل وسلم دائما أبدا الله دائما أبدا على حبيبك خير الخلق كلهم الله خلق كلهم വീട്ടിലെത്ത പെരിഞ്ഞ് നമുക്ക് കാട്ടിനാറടി മണ്ണാട് ചേരിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലവനുന്നത് കല്ലാട് ഇലയുന്നൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വീരവീരെ ഭാരിനെ കനനേറും വീരൻ കല്ലും മണ്ണും അതിന്മീരെ മറമാടും കാവർ ജോറിലെ മറമാടും കാവർ
പരം വിരിച്ചുമായിട്ടു ചുങ്കിൽ നടക്കുന്ന ശുചാത്ത് നാവുകൊണ്ട് നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ നാട് കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ കബറന്ന ഭയങ്കര വീട്ടിലെ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ താടിയെന്നീരാരെന്ന് ഉലകത്തിലെ താടിയെന്നീരാരെന്ന് പരം വിരിച്ചുമായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുചാത്ത് നാമക്കൊണ്ടു നാട്ടിലെ കഥയെന്തെന്നറിയുണ്ടോ നാട് കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ കബറന്ന ഭയങ്കര വീട്ടിലെ. സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്ദരായ വസ്തുതന്മാരെ, സ്നേഹധന്യരായ രക്ഷിതാക്കളെ, യുവാക്കളെ, സുഹൃത്തുക്കളെ, ഉപകരണന്മാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ തൗഫീഖോടുകൂടി പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ മദ്രസയുടെ തിരുമുറ്റത്ത് നമ്മൾക്ക് ഒരുമിച്ച് കൂടാൻ അവസരം നൽകി. അൽഹംദുലില്ലാഹ്. ഇതുപോലെ നാളെ പാരത്രിക ലോകത്ത് സുഖലോക സ്വർഗത്തിൽ ഹബീബായ മുത്തുനബിയോടുകൂടി നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളടക്കമുള്ള കൂട്ടുകുടുംബങ്ങളോടൊപ്പം അള്ളാഹു ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം പാപസുരക്ഷിതരായി ജീവിക്കുവാൻ നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമത്ത് നന്നായി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്ത് ബലായിൽ നിന്നും പരിപൂർണമായ സംരക്ഷണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയങ്ങളിൽ പ്രത്യേകമായി അല്ലാഹുവിന്റെ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ഖലീഫ എന്നോളം നിയോഗിക്കപ്പെട്ട ആളുകളാണ് മനുഷ്യർ എന്ന് പറയുന്ന വിഭാഗം. അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുക മാത്രമല്ല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മലായിക്കത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ആ മലായിക്കത്തുകളോട് പ്രത്യേകമായ അഭിപ്രായങ്ങൾ ചോദിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു ഇവിടേക്ക് മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുക എന്നുള്ളത്. അന്ന് തിരിച്ച് മലായിക്കത്ത് ചോദിച്ചു, ഞങ്ങളിലെ ഇബാദത്ത് ചെയ്യുവാനും തസ്ബീഹും അതുപോലെ തന്നെ മറ്റുള്ള തഹ്മീദുകളൊക്കെ ചൊല്ലിക്കൊണ്ട് നിന്നെ സ്തുതിക്കുവാനും നിന്റെ മഹത്വങ്ങളെ വാഴ്ത്തുവാനും ഞങ്ങളില്ലേ എന്ന് അല്ലാഹുവിനോട് മാലാഖമാർ ചോദിക്കുമ്പോൾ തിരിച്ച് അല്ലാഹു നൽകിയ മറുപടി ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളെയും ഞാൻ അറിയുമെന്നായിരുന്നു. സത്യത്തിൽ ഇതൊക്കെ വിശദീകരിച്ച് മഹത്തുക്കളായ ഇമാമിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ഉയരാൻ കഴിയുകയാണെങ്കിൽ മലായിക്കത്തിനോളം അല്ലെങ്കിൽ മലായിക്കത്തിന്റെ അപ്പുറത്തേക്ക് ഉയരാൻ കഴിയുമെന്നും ഒരു മനുഷ്യൻ അകപ്പതിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ കണ്ടാൽ അല്ലെങ്കിൽ തൊട്ടാൽ നമ്മെ 7 പ്രാവശ്യം കഴുകണമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ച നായേക്കാൾ അകപ്പതിക്കുവാനും മനുഷ്യന് സാധിക്കുമെന്നൊക്കെ പരിശുദ്ധരായ ഫുഖഹാക്കളും ഇമാമിങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മലായിക്കത്തിനേക്കാൾ ഉയർന്ന മനുഷ്യനാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാതകൾ, അവിടുത്തെ മാതൃകകൾ, അവിടുത്തെ മൗനാനുവാദങ്ങൾ, അവിടുത്തെ മൗനങ്ങൾ, അവിടുത്തെ വാക്കുകൾ, പ്രവൃത്തികൾ, നോട്ടങ്ങൾ, സർവമായ കാര്യങ്ങളും പിന്തുടരുന്ന് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ.
മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുർആൻ ഓതി അവതരിച്ചു. അതെല്ലാം ഇന്ന് നാലോകർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെന്ന് മാത്രമല്ല, വിശ്വാസികളല്ലാത്തവരും ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുള്ളവരും അകത്തുള്ളവരും ഇന്ന് പരിശുദ്ധമായ ഖുർആനിനെ വായിച്ചു അതിനെ പഠിച്ചും മനസ്സിലാക്കിയും കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിലായി ഇത്രയേറെ പാരായണം ചെയ്യുന്ന മറ്റൊരു ഗ്രന്ഥം ഇല്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. ആ പരിശുദ്ധമായ ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദീസാണ് നമ്മുടെ മാർഗം. അങ്ങനെ അതിന്റെ പട്ടികകൾ അങ്ങനെ ഇസ്ലാമിന്റെ പ്രാമാണികവുമായി ബന്ധപ്പെട്ട ഖുർആനും ഹദീസും അതുപോലെ തന്നെ മഹത്തുക്കളായ ഇമാമിങ്ങളുടെ ഇജ്മാഉം ഖിയാസുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതെങ്ങനെയൊക്കെയാണ് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ആ രീതിയിലാണ് നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഇന്ന് പറയുന്ന വിഷയം കാത്തിരിക്കാം നമുക്ക് ഖബറിനെയും മരണത്തെയും എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പനേരം നിങ്ങളുമായി സംവദിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അത് മനസ്സിലാകും വിധം പറയുവാനും അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിതം ധന്യമാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, മരണവും ജീവിതവും അല്ലാഹു എന്തിനു വേണ്ടി സൃഷ്ടിച്ചതാണ്? നമ്മെ അത് സൃഷ്ടിച്ചു വിട്ടാൽ പോരായിരുന്നു. മരണമില്ലാത്ത ഒരു അനന്തമായ ജീവിതം ഈ ദുനിയാവിന്റെ മുകളിൽ തന്നെ അല്ലാഹു സംവിധാനിച്ചാൽ മതിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ആശയോടെ കാത്തിരിക്കാമെന്ന് പറയാമെങ്കിലും അല്ലാഹു ഈ ദുനിയാവിന്റെ ഭൂമുഖത്ത് സംവിധാനിച്ചിട്ടുള്ള ആ സംവിധാനം എന്ന് പറയുന്നത് ജീവിതം അഭിമുഖീകരിച്ച എല്ലാവരും മരണത്തെയും അഭിമുഖീകരിക്കണം എന്നുള്ളതാണ്. എന്തിന് ഈ ജീവിതവും മരണവും അല്ലാഹു സൃഷ്ടിച്ചു, അല്ലാഹു സംവിധാനിച്ചു? എന്തിനാണ് ജീവിതവും മരണവും സംവിധാനിച്ചത്? ഏതെങ്കിലും ഒരു നിമിഷം നമുക്കൊക്കെ 30, 40, 50, 60, 70 വയസ്സായ ആളുകളുണ്ട്. ഏതെങ്കിലും നമ്മുടെ ഈ ആയുഷിനിടയിൽ ഏതെങ്കിലും ഒരു മണിക്കൂറിലോ സെക്കൻഡിലോ ആഴ്ചകളിലോ മാസങ്ങളിലോ വർഷത്തിലോ ഏതെങ്കിലും ഒരു നിമിഷം നമ്മൾ ഈ ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? എന്തിനാണ് എന്റെ റബ്ബ് എനിക്ക് മരണം സംവിധാനിച്ചത്, എന്തിനാണ് എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ചത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോയിട്ടുണ്ടോ? ഇന്നേവരെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് വന്ന് ഇത്ര വർഷമാണ്. ഈ വർഷത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സെക്കൻഡ് പടച്ചവൻ നീ എന്തിന് മരണം സൃഷ്ടിച്ചു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ടല്ലോ, എല്ലാ ദിവസവും പാരായണം ചെയ്യൽ പ്രത്യേകമായ പുണ്യകർമ്മമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സൂറത്തുൽ മുൽക്കിന്റെ തുടക്കം എങ്ങനെയാണ്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട്, അല്ലാഹുവിന്റെ തഅലീമാത്തുകളെ വാഴ്ത്തിക്കൊണ്ട് എല്ലാത്തിനും കഴിവുള്ളവനാണ് അവൻ എന്ന് പറഞ്ഞ് പിന്നെ രണ്ടാമത്തെ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ രണ്ടാമത്തെ ആയത്ത് തുടങ്ങുന്നത്. എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അല്ലാഹു മരണത്തെയും അതുപോലെ ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു മരണത്തെയും ജീവിതത്തെയും നിങ്ങളുടെ മേൽ സംവിധാനിച്ചത്. എന്ത് പരീക്ഷണമാണ് നടത്തുന്നത്? അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ചെയ്യുന്നത്, ഏറ്റവും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത്? അല്ലാഹു പഠിപ്പിച്ച, അവന്റെ ഹബീബ് പഠിപ്പിച്ച സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്നവരാരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു മരണവും ജീവിതവും സംവിധാനിച്ചത്.
കാണിച്ചതെന്ന് സൂറത്തുൽ മുൽക്കിന്റെ തുടക്കത്തിലൂടെ റബ്ബ് തആല നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, മരണത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. ആ മരണത്തിലേക്ക് നടന്ന് അടുത്ത് അവസാനം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഖാബിറുൽ അർവാഹ് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഊരിയെടുക്കുന്നതിന് മുമ്പ് അയ്യുക്കും അഹ്സനു അമലാ എന്ന് പറയുന്ന പരീക്ഷയിൽ നമ്മൾ വിജയിച്ചിരിക്കണം. ആരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിർബന്ധമായ ബാധ്യതകൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമ്മുടെ മേൽ വീട്ടിൽ നിർബന്ധമാണ്. നിസ്കാരം അതിൽപ്പെടുന്നതാണ്. ഈ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവം വേണം, ശ്രദ്ധ വേണം, ജാഗ്രത വേണം. ഒരിക്കലും നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് പിന്മാറാൻ ഒരിക്കലും നമുക്ക് നിർവാഹമില്ല. പറഞ്ഞു വരട്ടെ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മരണപ്പെടേണ്ടവരാണ്. നമ്മുടെ പരീക്ഷ കഴിഞ്ഞാൽ നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ ചൊല്ലേണ്ടവരാണ്. ആ മരണം നന്നാവേണ്ടതുണ്ട്. അതിന് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, നല്ല നല്ലതായ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങളും ആഴ്ചകളുമായി, മാസങ്ങളായി, വർഷങ്ങളായി നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോ, ഇവിടെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു സെക്കൻഡ് കടന്നുപോയാൽ പിന്നെ ആ സെക്കൻഡ് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടൂല. ഇനി വരാൻ പോകുന്ന സെക്കൻഡിൽ ഞാനിവിടെ ജീവിച്ചിരിക്കുമോ എന്ന് പറയാൻ എന്നെ കൊണ്ടും സാധ്യമല്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് ഹാജരായ അവസ്ഥയിലുള്ള സെക്കൻഡുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള എല്ലാ തൗഫീഖുകളും വാരിക്കൂട്ടാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ മനുഷ്യന്മാരും ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുന്നതാണ്. ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിച്ചു നോക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തെ കുറിച്ചെങ്ങാനും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, കവികളെ പാടിയല്ലോ, നമ്മൾ കരുതിപ്പോകും എനിക്ക് ആരോഗ്യമുണ്ട്, എന്റെ ശരീരത്തിന്റെ തൊലിക്ക് ഒരൽപ്പം പോലും ചുളിവ് വന്നിട്ടില്ല, എന്റെ താടി രോഗം നിറച്ചിട്ടില്ല, എന്റെ തലയിലുള്ള രോഗങ്ങൾ നിറച്ചിട്ടില്ല, എനിക്ക് ഒരുപാട് കാലം ഇനിയും ഈ ദുനിയാവിൽ വസിക്കാനുള്ള ആയുസ്സുണ്ടെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ കൊള്ളും ഓരോ ദിവസങ്ങൾ പ്രഭാതമായി പ്രദോഷമായി നമ്മളിൽ നിന്നിങ്ങനെ കടന്നു കഴിയുകയാണ്. നമ്മളിട്ട ചെരുപ്പിന്റെ ചെരുപ്പടിയുടെ ആ വാറ് നമ്മുടെ ശരീരവുമായി എത്ര കണക്ട് ചെയ്തത് കൊണ്ടാണോ അതിനേക്കാൾ കണക്റ്റാണ് നമ്മുടെ ഓരോരുത്തരുടെയും മരണമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇനിയും ജീവിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയുക? നമുക്കെന്ത് ഗ്യാരണ്ടിയുണ്ട്? നമുക്കെന്ത് ഗ്യാരണ്ടിയാണുള്ളത്? നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ
സൃഷ്ടിക്കുന്ന നമ്മളുടെ കഴിവ് കൊണ്ട് ക്രിയേറ്റിവിറ്റിയായി നമ്മൾ നിർമ്മിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോ ഒരു പക്ഷേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. ഈ സാധനത്തിന് ചിലപ്പോൾ ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോന്നിനും ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. പക്ഷേ അത് ഉണ്ടാക്കുന്ന മനുഷ്യന് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമില്ല. ഒരു സെക്കൻഡ് പോലും ഗ്യാരണ്ടി കൊടുക്കാൻ നമ്മെ കൊണ്ടാവില്ല. ചിലപ്പോൾ ഡോക്ടർമാർ പറയും 24 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം, അതിനുള്ളിൽ എന്തും സംഭവിക്കാം. അങ്ങനെ പറഞ്ഞ മനുഷ്യന്മാർ വർഷങ്ങളോളമായി ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്റെ അനുഭവത്തിലാണ്. അതേപോലെ തന്നെ യാതൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, നിങ്ങൾ കുടിക്ക് പോയിക്കോളി. വീട്ടിലെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. മനുഷ്യന്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. നമ്മളെങ്ങാനും ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആയുസ്സിന്റെ അവസാനം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആരാരും അറിയാതെ, ആരാരും ഒരു നിലക്കും അറിയാതെ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ വരുമ്പോ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും. കടന്നു വന്നുകൊണ്ട് നമ്മുടെ ആത്മാവിനെ പിടിക്കുന്ന ഒരു സാഹചര്യം. പ്രിയപ്പെട്ട ഉമ്മ, എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുസ്ലിമേ, നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും നമുക്ക് അറിയുകയില്ല ഞാനവിടെ വെച്ചാണ് മരിക്കുക എന്നുള്ളത്, ഏത് മാസത്തിൽ മരിക്കുക എന്നുള്ളതും ഏത് വർഷത്തിൽ മരിക്കുക എന്നുള്ളതും. ഒരു പക്ഷേ നമ്മുടെ വീടിന്റെ ചുവരിൽ തൂങ്ങിയിരിക്കുന്ന കലണ്ടർ പോലും മാറ്റിവെക്കാനുള്ള ഒരു ടൈം നമുക്ക് ലഭിക്കൂല. ആ കലണ്ടറിൽ ഒരു ഡേറ്റ് നമ്മെ നോക്കി ചിരിക്കുന്നുണ്ടാകും. ഈ ഇന്നാളിന്റെ ഡേറ്റ് ഇങ്ങനെ നമ്മെ നോക്കി ചിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ പായുന്നതിനനുസരിച്ച് ആ കലണ്ടറിലെ ഡേറ്റ് നോക്കി, ആ വാച്ചിലെ സമയം നോക്കി, ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചിയും മിനിറ്റ് സൂചിയും നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവൂലേ? ഈ സമയമെത്തിയാൽ മനുഷ്യരുടെ നിശ്ചലമാകും, പിന്നെ മിണ്ടാ കഴിയൂല. ഭാര്യയോട് യാത്ര പറയാൻ സമയമുണ്ടാവില്ല, മക്കളോട് പറയാൻ സമയമുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ്സിന്റെ അവസാനം എന്നറിയപ്പെടുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പരിചയപ്പെടുത്തിയ ഉമരേ, നീ മരിക്കും ഉമരേ എന്ന് പറയാ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല എന്നും കൂലിക്ക് വേണ്ടി ഒരാളെ നിശ്ചയിച്ചിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ? തന്റെ താടി രോഗത്തിൽ നിന്ന് ഏതാനും ചില രോഗങ്ങൾ നിരച്ചപ്പോ ആ മനുഷ്യനോട് പറഞ്ഞു, വേണ്ട വേണ്ട, ഇനി മുതൽ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ നിന്റെ ആവശ്യമില്ല. നിനക്ക് നിന്റെ പാട്ടിന് പോകാം. ഇനിയൊന്നും എനിക്ക് മരണത്തെ ഓർക്കാൻ എന്റെ താടി രോഗത്തെ ഈ നിറച്ച രോഗങ്ങൾ മതിയെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ താടി രോഗം നിരക്കലല്ലോ, നമ്മുടെ മരണം എവിടെ വരുന്നാണെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ നമ്മുടെ വീടിന്റെ 4 ചുവരുകളിൽ കട്ടിലിങ്ങനെ കിടക്കുകയാണ്. പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരണേ. നമ്മളിങ്ങനെ കിടക്കുമ്പോ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആൺമക്കളും പെൺമക്കളും ഉണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. പെട്ടെന്ന് എല്ലാവരും കൂടെ ഉപ്പാര താങ്ങ് പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയോ. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ,
എവിടെ വെച്ച് ഏത് സമയത്തും സന്ദർഭത്തിൽ സാഹചര്യത്തിൽ മരിക്കുകയാണെങ്കിലും അല്ലാഹുവിനോടും സൃഷ്ടികളോടുമുള്ള സകല ബാധ്യതകളും നിറവേറ്റി ഈമാൻ സലാമത്തായി മരിക്കാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ കാഷ്വാലിറ്റിയിലേക്ക് നമ്മെ കയറ്റുകയാണ്. അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്തരം അവസ്ഥകൾ നമ്മളൊക്കെ കണ്ടുവരാം. തിരക്കേറിയ നാഷണൽ ഹൈവേ റോഡുകളിലൂടെ ആംബുലൻസിന്റെ സേവനം തുടങ്ങിക്കൊണ്ട് എത്ര ആംബുലൻസുകൾക്ക് വഴിമാറി കൊടുത്തവരാ. ആ ടൈമിൽ ആംബുലൻസിൽ കിടക്കുന്ന രോഗിയുടെ അവസ്ഥ എന്താ? കൊണ്ടുപോകുന്നു ലക്ഷ്മി ഹോസ്പിറ്റലുകളിലേക്ക്. ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകുകയാണ്. ഡോക്ടർമാർ എത്രയും പെട്ടെന്നുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കുന്നു. ഇല്ല ഇല്ല, ആരാണ് രോഗിയുടെ കൂടെ വന്നിട്ടുള്ളത്? ഒറ്റവര് പറയുന്നു, മക്കള് പറയുന്നു, അതുപോലെ തന്നെ സഹോദരന്മാര് പറയുന്നു, ഞങ്ങളുടെ രോഗികളുടെ കൂടെയുള്ളവരാണ്. ഡോക്ടർ പ്രത്യേക ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഐസിയുവിൽ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് ദുനിയാവിന്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മരിക്കണമെങ്കിലും വേണം ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിക്കുക. എത്രയോ ഡോക്ടർമാർ ഇത് അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞതാണ്. പ്രത്യേകമായ നിശ്ചയിച്ച ടാർഗറ്റ് ഓരോ മന്ദിരമുണ്ട്. ഓരോ ഹോസ്പിറ്റലിനും ഒരു നിശ്ചയിച്ച ടാർഗറ്റ് ഉണ്ടാകും. ആ ടാർഗറ്റ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ രോഗികളെല്ലാം എല്ലാ നിലക്കും അവർ മിഷനറികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ ടാർഗറ്റ് പൂർത്തിയാക്കുന്നതാണ് എന്ന് എത്രയോ ഡോക്ടർമാരുടെ അഭിമുഖങ്ങൾ നമ്മൾ കണ്ടവരാണ്. ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ സഹോദരിമാർ അതിനെ അവർ ഉപയോഗപ്പെടുത്താറുണ്ട്. നോർമൽ പ്രസവം ഡെലിവറി നടക്കുന്ന സാഹചര്യത്തിൽ പോലും സിസേറിയനിലേക്ക് മാറ്റി മരിക്കാറുണ്ട് എന്ന് ഡോക്ടർമാരുടെ അഭിമുഖങ്ങൾ കണ്ടവരാണ് നമ്മളെ. പറഞ്ഞു വരട്ടെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവസാനം വെന്റിലേറ്ററിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സർവമാന ഉറ്റവരും ഉടയവരുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് അവർ നമ്മളെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുകയാണ്. ഈ ഒരവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാല്, ഈ അടുത്തിപ്പോ പോരുന്നതിന് മുമ്പ് ഒരു സഹോദരന്റെ മരണം സംഭവിച്ചു. എന്റെ നാടിന്റെ അടുത്ത് മരണം സംഭവിച്ചത് പോകുന്ന വഴിയിൽ വെച്ചാണ്. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് എത്തി എന്നതിന്റെ പേരിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സാഹചര്യം അല്ലാഹു ആ സഹോദരന്റെ നൽകി അനുഗ്രഹിക്കും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കുന്നതാണ്. പല വിഷയങ്ങളും, സാമ്പത്തികമായ ചൂഷണങ്ങൾ ഏതെല്ലാം മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ആ നിലക്കൊക്കെ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട്. നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു ആഖിബത്ത് നന്നായി ഈമാൻ സലാമത്തായി റാഹത്തോടെ സന്തോഷത്തോടു കൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകിയെന്നുണ്ട്. മരണം നിർബന്ധമാണ്. അപ്പൊ നമ്മളിങ്ങനെ ആ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മൾ എങ്ങനെ അഹങ്കരിക്കാൻ എന്ത് വകുപ്പാണ് നമ്മൾ അടുത്തുള്ളത്? അങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ മരണം സംഭവിച്ചതില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നിലക്കും ചിലപ്പോൾ നമ്മൾ പുറത്തു പോകാൻ അനുവദിക്കൂല. പിന്നെ നമ്മുടെ മനക്കരുത്ത് കൊണ്ട് നമ്മുടെ പഴയ കാരണവന്മാർക്കൊക്കെ ഏകദേശം അന്ത്യം എത്തിക്കഴിഞ്ഞാൽ, അതിന്റെ ഒരു സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ